ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കളർ പേപ്പേഴ്സാണ്. വീട്ടിലുള്ള പഴയ പേപ്പറുകളും അതുപോലെ തന്നെ വീട്ടിലുള്ള ഐറ്റംസും മാത്രം വെച്ചിട്ടാണ് നമ്മൾ കുറേ അധികം കളർ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കിൾ പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെ സൈസൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സൈസ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കുകയാണ്. ഈ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങ് മടക്കി എടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മടക്കി കൈകൊണ്ട് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെ അങ്ങ് നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കായിട്ട് ഇതിൽ വീഴുന്നല്ലോ. ഇനി ആ മടക്കുകൾ ഇങ്ങനെ അകത്തോട്ടും പുറത്തോട്ടുമായിട്ട് മടക്കുക. അപ്പോൾ ഇതെല്ലാതും കറക്റ്റായിട്ടുള്ളൊരു സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കുറച്ചൊന്ന് എക്സസ് ആയിട്ട് വന്നത് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അതായത് നമ്മൾ ഫാനൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കില്ലേ, ആ ഒരു മടക്കൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഗ്ലൂ ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുക്കുക. ആ ഒരു ലെയർ മാത്രം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ദീപാവലിയും ന്യൂ ഇയറും ഒക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈസൊക്കെ രണ്ട് സൈഡും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു മാച്ചിങ് ആയിട്ടുള്ള പീസ് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ താഴെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിരിഞ്ഞങ്ങ് പോകുന്നുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പീസായിട്ട് ഇതേപോലെ അങ്ങ് വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് വിരിച്ച് ഈ ഒരു വിധത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ മതി. നമ്മളിപ്പോൾ ദീപാവലി തീമിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിലൊരു യെല്ലോ പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ദീപത്തിൻ്റെയൊക്കെ ഒരു സൈസ് ഉണ്ടല്ലോ, അതായത് ഒരു ടിയർ ഡ്രോപ്പ് പോലത്തെ ഷേപ്പ്, ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. അതിൻ്റെ എൻഡ് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു യെല്ലോ പീസ് ഉണ്ടല്ലോ, ആ യെല്ലോ പീസിൽ ഇങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആ മടക്കിയ പീസിലാണ് കേട്ടോ ഗ്ലൂ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ആയില്ലേ. ഇനി അതിലോട്ടൊരു കുഞ്ഞു ഓറഞ്ച് പീസും ഈ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ തന്നെ വെട്ടിയിട്ട് അതും അതിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദീപ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചധികം ദീപങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദീപത്തിൻ്റെ ഷേപ്പ് അങ്ങ് വേണ്ടാന്ന് വെച്ച് ബാക്കിയുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇനി ഒരു നൂലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്ട്രിപ്പ് വീണ്ടും ആ ഒരു യെല്ലോ കഷ്ണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. യെല്ലോ പീസ് ഇങ്ങനെ കൊച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് പറയാം. ഇതേപോലെ നമ്മൾ താഴെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു നൂല് വെക്കുകയാണ് കേട്ടോ. നൂല് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരു പീസ് വെച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ തന്നെ വേണമെന്നില്ല, ഏത് കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ആ മടക്കുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതവിടെ നൂലിൽ ഒട്ടിയേക്കണ കണ്ടോ. അപ്പോൾ നൂല് നമുക്ക് ഇഷ്ടമുള്ള നൂല് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ സാധാരണ നൂലാണ് ഞാൻ എടുത്തത്, വൈറ്റ് കളർ നൂല്. അപ്പോൾ കാണാത്ത വിധത്തിൽ ഇരിക്കുമല്ലോ, അപ്പോൾ അതിനാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സൊക്കെ തുന്നി കൊടുക്കുന്ന നൂലുണ്ടല്ലോ, ആ നൂലാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കുറച്ചധികം സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ചെയ്യുമ്പോൾ ആ ഒരു ദീപത്തിൻ്റെ ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴും പുതിയൊരു വർഷമല്ലേ, ഇപ്പോൾ ഒരു ദീപ് പോലെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ദീപത്തിൻ്റെ ആ ഒരു ലുക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് വേണ്ട എന്നുള്ളവർക്ക് അതങ്ങ് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം മാത്രമായിട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ നൂല് വേണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് വോളിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടായാലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലെ, ഒരു കട്ടൻ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറച്ചധികം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബീഡ്സൊക്കെ വേണമെങ്കിൽ ഇടയിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ അങ്ങ് നേരെ എടുത്ത് നമ്മുടെ വോളിലോട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്യുക. കുറച്ച് ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിടുമ്പോൾ ന്യൂ ഇയറിനായാലും ദീപാവലിക്കായാലും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു.